ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ തത്സമയം നടക്കുന്ന ആരാധനയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളും വളരെയധികം സന്തോഷിക്കുന്നു. ഈ പ്രഭാതത്തിൽ താങ്കളോടൊപ്പം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുവാൻ, ആ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യപദവി ഓർത്ത് ഞങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ പല മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം താങ്കൾ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, പല പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കാം ആരാധനയിൽ പങ്കെടുക്കുന്നത് എന്ന് പകൽ പറയട്ടെ. ഏത് മുഖാന്തരത്തിലൂടെ ആയാലും നമ്മൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനാണ് ആരാധിക്കുന്നത്. ആരാധിക്കാൻ യോഗ്യൻ യേശു മാത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ യേശുവിനെ ആരാധിക്കുമ്പോൾ അപൂർണ്ണ ഹൃദയത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് ശബ്ദമുയർത്തി ഒന്നിച്ച് ചേർന്ന് പാടിയാട്ടെ. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അന്ത്യകാലത്തിന്മേൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. ഈ കാലഘട്ടത്തിൽ ആ ദൈവവചനം പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന സമയത്തിനകത്ത നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ആകയാൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് ഉറപ്പ് തരുമ്പോൾ ആ സകല ജഡത്തിനകത്ത് ഞാനും പെടും, താങ്കളും പെടും. നമ്മളെ ആത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ കരങ്ങൾ ദൈവസന്നിധി നിവർത്തിക്കൊണ്ട് യേശുവോട് പറ, കർത്താവേ, ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണം, അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണം, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നോടൊപ്പം ആ കരങ്ങൾ ദൈവസന്നിധി നിവർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം താങ്കളുടെ മേൽ വരേണ്ടതിനായി സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് ഇപ്പോൾ തന്നെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ, അങ്ങയുടെ തേജസ്സിന്റെ നിറവിലേക്ക് കടന്നു വരുവാൻ നിന്റെ മക്കളെ നീ ഇപ്പോൾ തന്നെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിനകത്ത് രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവേ, വിവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ കർത്താവ് നിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുമ്പോൾ അവരുടെ മേൽ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഈ പ്രഭാതത്തിൽ തന്നെ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ നിറച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് ഒന്നിച്ച് ചേർന്ന് ഫോൺ കോളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ വിഷയത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഈ ആൾട്ടറിയ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അകത്തുള്ള ഉറപ്പ് എന്താണ്? നമ്മുടെ ഉറപ്പൊന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, തിരുവചനത്തിലുള്ള വിശ്വാസം. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു വഴി പോകുമ്പോൾ അനേക പുരുഷാരം കൂടെയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ട് വഴിയിൽ നിന്ന് രണ്ട് ഭിക്ഷക്കാരായ കുരുടന്മാർ നിലവിളിക്കുകയാണ്. യേശു ആണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർ നിലവിളിക്കുന്നു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. കൂടെയുള്ളവർ ശാസിക്കുന്നു മിണ്ടാതിരിക്കുവാൻ. പക്ഷേ യേശു ക്രിസ്തു കുരുടന്മാരായ ഭിക്ഷക്കാർ നിലവിളിച്ചപ്പോൾ അവിടെ നിന്നിട്ട് അവരോട് ചോദിക്കണേ, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം? അവർ പറഞ്ഞ, കർത്താവേ, ഞങ്ങൾക്ക് കണ്ടു കാണുവാൻ സാധിക്കുന്നില്ല. യേശു അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ഈ വിശ്വാസമാണ് നമ്മുടെ അകത്തുള്ളത്. ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളി കേൾക്കുന്നവനായ യേശു, അവിടെ നിൽക്കുന്നവനായ യേശു, അത്ഭുതവും അടയാളവും ചെയ്ത് അനുഗ്രഹിക്കുന്ന യേശു. ബ്രദറെ, കഴിഞ്ഞ ദിവസങ്ങള് സുഗന്ധി എന്ന മാതാവ് തിരുവനന്തപുരത്ത് വിളിച്ചു, ഭർത്താവിന് ഡെങ്കിപ്പനി, ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞു വരുന്നു, പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്നലെ ആ മാതാവ് വിളിച്ചു പറഞ്ഞു, ബ്ലഡിന്റെ കൗണ്ട് 4000 ഇന്നലെ മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ജോസ് മാളയെന്ന് അറിയിച്ചിരിക്കുന്നു. മകളുടെ വിവാഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്താണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവരിങ്ങനെ പറഞ്ഞു, 23-ാം തീയതി വിവാഹം നടക്കേണ്ട ആവശ്യമായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാമ്പത്തിക
സാമ്പത്തികമെല്ലാം ദൈവം ഓരോ വഴികൾ കൂടെ എത്തിച്ചു തന്നു. അത് ഭംഗിയായിട്ട് എല്ലാ ആവശ്യവും നടത്തി തന്നു. ഷാജി ബ്രദറെ, മാവേലിക്കരുന്ന് ഓമന എന്നൊരു സഹോദരി വിളിച്ചത് മകളുടെ കുടുംബജീവിതത്തിൽ വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോഴായിരുന്നു ഈ പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് അറിയുവാനും അതിൽ പങ്കെടുക്കുവാനും ഇടയായി തീർന്നത്. ആ പ്രിയ സഹോദരി വിളിച്ചു പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവർ ഒരുമിച്ച് നമ്മളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. മകളുടെ കുടുംബത്തിലെ വിഷയങ്ങളെ എല്ലാം യേശു മാറ്റി. കുടുംബം വളരെ സന്തോഷത്തോടായിരിക്കുന്നു. കാരണം വചനം ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ബ്രദറെ, ഇതുപോലെ രാജി പത്തനംതിട്ട വിളിച്ചു പറഞ്ഞു, 3 മാസമായിട്ട് അവര് ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഫോൺ വിളിക്കുന്നില്ല, ദൂരത്താണ്, എവിടെ നിന്ന് അറിയാൻ മേല. ആ മാതാവ് എന്തെടുത്തു, പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അവര് ഇവിടെ വിളിച്ചു പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് ഫോൺ കോളാ വരുന്നത്. വിളിച്ചു, സന്തോഷവും സമാധാനവുമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ദുബായിൽ നിന്ന് അനുജ അറിയിച്ചിരിക്കുന്നു, തൻ്റെ ഫ്രണ്ടിന് ജോലിയില്ലാതെ ഭാരപ്പെട്ടപ്പം പ്രാർത്ഥിക്കുന്ന കാലത്തിൽ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകം ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 3 ഓഫർ കിട്ടി, ഏതെടുക്കണമെന്ന് അറിയാൻ മേല. അവസാനം അവർ ഒരെണ്ണം സെലക്ട് ചെയ്തു, അവർ ജോലി ലഭിച്ചതായിട്ട് അറിയിച്ചിരിക്കുന്നു. എറണാകുളത്തു നിന്നും ഗ്രേസി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞത്, മകളുടെ ഭർത്താവിന് കൊളസ്ട്രോൾ വളരെ കൂടുതലായിരുന്നു, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ഒരു റിപ്പോർട്ട് കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഈ സമയം നമ്മളോട് അറിയിച്ചിരിക്കുന്നു. അത് വചനം ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ജീവിതങ്ങളുടെ മേൽ പ്രവർത്തിച്ച അതേ കർത്താവിന് അവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയും. ശരിയല്ലേ തങ്കച്ച? തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വിളിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടിയാണോ, ഏതെങ്കിലും രോഗത്തിൽ കൂടി കടന്നു പോവുകയാണോ, അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ലാതെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടി, അതുപോലെ മക്കളെ ചൊല്ലി, മക്കളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലി, അവരുടെ വിവാഹത്തെ ചൊല്ലി ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ടെലിഫോൺ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഷാജി ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗപിതാവേ, നാമത്തിൽ കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ തന്നിരിക്കുന്ന ഓരോ വീടുകളിലും കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോളം നിന്റെ അടുക്കൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിനും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കാരണം അവരുടെ ആവശ്യമേൽ ദൈവത്തിന് കാരണം ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണേ. കർത്താവെ, അവർ രോഗികൾ സൗഖ്യമാകട്ടെ, കടഭാരങ്ങൾ വിട്ടുമാറട്ടെ, ഓരോ ഭവനങ്ങളും ദൈവിക സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ താങ്കൾ വിളിക്കുക, താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സഹോദരി സഹോദരന്മാരെ എടുത്ത് ഞങ്ങളുടെ പക്കൽ അത് ഏൽപ്പിച്ചു തരും. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന് വലിയ അത്ഭുതവും വലിയ വിടുതലുകളും താങ്കൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് പ്രഭാതത്തിലും വെച്ചിരിക്കുക. ട്രിവാൻഡ്രത്തുനിന്ന് വിക്ടോറിയ എന്ന മാതാവ് നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ചേച്ചിയുടെ മാനും ഭാര്യയും തമ്മിൽ പിണക്കമായിരുന്നു, കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ലായിരുന്നു. ആ സമയത്താണ് ഈ ആൻറ്റി നമ്മൾ പ്രേയിങ് കേരളയിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചറിയിച്ചത്. യേശു അത്ഭുതം ചെയ്തു, ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി, അവരിപ്പോൾ ഒന്നിച്ച് ജീവിക്കുവാൻ തുടങ്ങി എന്നുള്ള സന്തോഷ വാർത്ത നമ്മളെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ മകൻ്റെ ജോലി സ്ഥിരമാകേണ്ടതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശു അത്ഭുതങ്ങളെ ദൈവമാണ്. തകർന്ന കുടുംബം തകർന്നിരിക്കുവാൻ അല്ല യേശു ആഗ്രഹിക്കുന്നത്, അതിനെ ഒന്നിപ്പിക്കുവാൻ, ദൈവിക സന്തോഷത്തിൽ കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബം തകർന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, ഉടയപ്പെട്ട അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകൽ യേശുവിൻ്റെ വലിയ പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. റെജീന എറണാകുളത്ത് നിന്ന് നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രി 11:30 അതിഭയങ്കരമായ കാലുവേദനയായിരുന്നു. 12:30 ആയപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടി ഉടൻ തന്നെ യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി കൊടുത്ത്. എന്ന് പറയട്ടെ, യേശു സൗഖ്യം നൽകുന്നവനാ. വേദനയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഇന്ന് റെജീനയെ സൗഖ്യമാക്കിയ അതേ യേശു താങ്കളെ സൗഖ്യമാക്കുവാൻ, താങ്കളെ പിടിവെക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ തന്നെ മകൾ അപർണയ്ക്ക് 20 വയസ്സായ മകൾക്ക് വെയിറ്റ് കുറയുന്നു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. മൂത്ത മകൾ പ്രഗ്നൻ്റ് ആണ്, നല്ലൊരു ഡെലിവറി ആ മകൾക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ബിൻസി ചങ്ങനാശ്ശേരി എന്ന് വിളിച്ചറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മകന് ജോലിക്കിടയിൽ തലയിറക്കം വന്നത് മുഖാന്തരം മകൻ ജോലി സ്ഥലത്ത് നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് വന്നു. പക്ഷേ 5 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് കമ്പനിയിൽ നിന്നും അവർ വിളിക്കുന്നില്ലായിരുന്നു. ശനിയാഴ്ച ബെൻസി പ്രേയിങ് കേരളയിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചറിയിച്ചു.
യേശു അത്ഭുതം ചെയ്തു. അന്ന് തന്നെ കമ്പനിയിൽ നിന്ന് മോനക്ക് കോള് വന്നു, വേഗത്തിൽ തിരിച്ചു ചെല്ലുവാൻ വേണ്ടി അവർ അറിയിച്ചിരിക്കുകയാണ്. നോക്കിയേ, എന്നാണ് പ്രാർത്ഥന വിഷയം അറിയിച്ച് അന്ന് തന്നെ കർത്താവിൻ്റെ മറുപടി. ഇന്ന് പകൽ താങ്കൾ നേരിടുന്ന ഏത് വിഷയമാണെങ്കിലും ഇന്ന് പകൽ തന്നെ താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഞങ്ങളെ വിളിക്കുക. കുന്നംകുളത്ത് നിന്ന് ലിൻസി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകന് 8 വയസ്സ് കഴിഞ്ഞ ദിവസം പടക്കം കയ്യിലിരുന്നു പൊട്ടി, അതിൻ്റെ പരുക്കുകൾ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ സൈക്കിളിൽ നിന്നും വീണു. അതിനുവേണ്ടി പ്രാർത്ഥന നമ്മളോട് ചോദിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് സുമതി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കിഡ്നിക്ക് കല്ലുണ്ട്, ഹാർട്ട് വാൽവിന് തകരാറുണ്ട്, ഒരു അറ്റാക്ക് കഴിഞ്ഞതാണ്, ഹസ്ബൻഡ് മരിച്ചു, മക്കളില്ല. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് സജി കുമാർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ പള്ളിയിലെ അച്ഛൻ്റെ ഭാര്യ പാൻക്രിയാസിസിൽ പ്രോബ്ലം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരിക്കുന്നു, ഡയാലിസിസ് പോലും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ശൈല കോട്ടയത്ത് നിന്ന് വിളിച്ചറിയിച്ചിരിക്കുന്ന തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ശരീരം മുഴുവൻ ഭയങ്കരമായ വേദന ആയിരിക്കുന്നു, ശരീരം അതുപോലെ തന്നെ വേർക്കുന്നു എന്നറിയിക്കുന്നു. ഇന്ന് പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ ആരാധന പങ്കെടുക്കുമ്പോൾ ഇന്ന് പാൽക്കാലം ഉറപ്പായിട്ട് പറയട്ടെ, താങ്കൾ കടന്നു പോകുന്ന ഏത് വേദന നിറഞ്ഞ സാഹചര്യമാണെങ്കിലും അതിലേക്ക് ഇറങ്ങി വന്ന് താങ്കളെ സൗഖ്യമാക്കുവാൻ, താങ്കളെ വിടുവിക്കുവാൻ യേശു ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഞാൻ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രമല്ല, ഈ ആരാധന പങ്കെടുക്കുന്ന പ്രിയങ്കല കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആ രോഗമുള്ള ഭാഗത്ത് താങ്കൾ കരങ്ങൾ വെച്ചാട്ടെ. ഒരുപക്ഷെ താങ്കളുടെ ശരീരത്തിലായിരിക്കാം രോഗമുള്ളത്, ആ ഭാഗത്ത് താങ്കളെ കരം വെച്ചാട്ടെ. അല്ല, താങ്കളെ ആരെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ആയിരിക്കാം രോഗമുള്ളത്, അവർക്ക് ഒരുപക്ഷെ താങ്കളെ അടുക്കൽ ഉണ്ടായിരിക്കില്ല, അഥവാ അടുക്കലുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളായിരിക്കാം, അവർ ഉറക്കമാണെങ്കിൽ അവരുടെ മേൽ കരം വെച്ചാട്ടെ. ഇല്ല എങ്കിൽ ദൂരദേശത്തായിരിക്കാം നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, അവർ രോഗത്തിലൂടെ കടന്നു പോയിരിക്കാം. വിശ്വാസത്തിന് അടയാളമായ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതി കർത്താവേ, ഞങ്ങൾ വായിച്ചു കേട്ട ഈ വിഷയങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ തുടരണമേ. അവരായിരിക്കുന്ന ഭവനത്തിൽ, അവരായിരിക്കുന്ന മുറിക്കുള്ളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങിച്ചെന്ന് അവരെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ കർത്താവെ രോഗക്കിടക്കയിൽ കടന്ന് ഈ ആരാധന പങ്കെടുക്കുന്നവരുണ്ട്, ശരീരം തളർന്നനക്കവും പോലും കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ആക്സിഡന്റ് മുഖാന്തരം, ഓപ്പറേഷൻ ചെയ്യുന്നത് മുഖാന്തരം ശരീരത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ വിടുതലുകൾ അവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, നീ അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, അക്കരങ്ങൾ ദൈവത്തിന് ഉയർത്തി ചേർന്ന് ആരാധിപ്പാൻ യോഗ്യനേ യേശു, യേശുവേ, യേശു, യേശു, യേശുവെന്നെ സ്നേഹിക്കുന്നു. ദൈവതിരുവചനത്തിൽ നമ്മളൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ രക്ഷകന്റെ സന്നിധിയിലേക്ക് അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ അനേക പ്രിയപ്പെട്ടവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. മസ്കറ്റിൽ നിന്നും ചാർലി എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞത്, വളരെ നാളുകളായി ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, അവിടെ ഒരു ബിസിനസ് ആരംഭിച്ചു, പക്ഷേ ബിസിനസ് തകർന്നുപോയി. ഒരു നല്ല ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ 6 മാസമായിട്ട് ഒരു ഭവനം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ശാന്ത എന്ന ഒരാൾ കോട്ടയം നിന്ന് അറിയിച്ചിരിക്കുകയാണ്. 6 മാസമായിട്ട് ഭവനത്തിൽ നിന്ന് പുറത്താണ് താമസിക്കുന്നത്. കൂടാതെ ഭർത്താവും മകനും മരുമകളും വേറെ ഭവനത്തിൽ താമസിക്കുന്നു. വീട്ടിൽ സമാധാനം ഇല്ല. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ അറിയിച്ചിരിക്കുന്നു. നീന വയനാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, അമ്മയ്ക്ക് 16 വർഷമായിട്ട് കാലിന് വേദനയാണ്. നാളെ 12-ാം തീയതി അവര് ഹോസ്പിറ്റലിൽ കൊണ്ട് മുട്ടിന് കുത്തിവെച്ച് എടുക്കാൻ വേണ്ടി നാളെ ഹോസ്പിറ്റലിൽ പോകണം. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒമാനിൽ നിന്നും റസി വിളിച്ചിരിക്കുന്നത് വിസ സംബന്ധമായ ചില പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സസൻ കോട്ടയം നിന്ന് അറിയിച്ചിരിക്കുന്നു. കുട്ടിക്ക് പനിയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ അറിയിച്ചിരിക്കുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് ശാന്ത വിളിച്ചു പറഞ്ഞില്ല, കൊച്ചുമാരന് കിഡ്നി പ്രോബ്ലം ആണ്, 3 വയസ്സേ ഉള്ളൂ, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അബുദാബിയിൽ നിന്നും രാജേന്ദ്രദാസ് വിളിച്ചിരിക്കുന്നത് 3 വർഷം മുമ്പ് കുടലിൽ ഒരു ഓപ്പറേഷൻ നടത്തി. അന്ന് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇടതുവശത്ത് ഒരു വലിയ വേദന അനുഭവിക്കുന്നു. പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സിസിലി കോഴിക്കോട് നിന്ന് അറിയിച്ചിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥന. പട്ടത്ത് നിന്ന് ലീന വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, കൊച്ചുമകള് അമൃതയ്ക്ക് 3 വയസ്സുണ്ട്, പനിയാൽ ഭാരപ്പെടുന്നു. അതുപോലെ ആദ്യത്തിന് 1 വയസ്സേ ഉള്ളൂ, കാലിനൊരു വളവുണ്ട്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു.
തങ്കച്ച അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇത് നടക്കുന്നത് ഒരു തത്സമയ ശുശ്രൂഷയായതുകൊണ്ട് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ തുടർമാനമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനെല്ലാം വേണ്ടി പ്രിയ തങ്കച്ചാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇവിടെ വായിച്ച ഓരോ വിഷയങ്ങളുമായി ഞങ്ങൾ കുടുംബമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവെ, അനേക രോഗത്താൽ ഭാരപ്പെടുന്നല്ലോ, അവിടുന്ന് വചനമായി ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടി പോകുന്നവരുണ്ട്, അവിടുത്തെ പൊതുവാതിലുകൾ തുറക്കണം കർത്താവെ. ഇന്ന് ഓപ്പറേഷന് പോകുന്നവരുണ്ട് കർത്താവെ, ഓപ്പറേഷന് അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ടു. അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കായി സ്വന്തം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തി കളകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഹല്ലേലൂയ. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്ത് കളയുകയുമില്ല. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങൾ താങ്കൾക്ക് വന്ദനം ചെയ്യുമ്പോൾ തന്നെ ഇന്ന് പകൽ യേശുവിൻ്റെ വലിയ വിടുതൽ താങ്കൾക്ക് വേണ്ടിയുണ്ട്. താങ്കൾ ഒരുപക്ഷെ തകർക്കപ്പെട്ട ഉടയപ്പെട്ട ജീവിതമായിരിക്കാം. ഇന്ന് ആദ്യമായിട്ട് ചിലപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരും ഉണ്ടായിരിക്കാം. ഇന്ന് പകൽ ഉറപ്പായിട്ട് പറയട്ടെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ താങ്കളെ കണ്ട, താങ്കളെ അറിഞ്ഞ, താങ്കളെ പേര് ചൊല്ലി വിളിച്ച യേശുവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആരും കാണത്തില്ല താങ്കളുടെ വേദന മനസ്സിലാക്കുവാൻ, ആരും കാണത്തില്ല താങ്കൾ കടന്നു പോകുന്ന ഈ താഴ്വരയിൽ താങ്കളോട് കൂടെ ഇരിക്കുവാൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറപ്പായിട്ട് പറയട്ടെ, ചതഞ്ഞ ഓട് ഒഴിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ ഇന്ന് പകൽ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ കരങ്ങൾ മാർവോട് ചേർത്ത് പിടിച്ച് ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് പാടിയാട്ടെ. യേശു
യേശു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വിജയാളിയായിട്ടാണ്. യേശു നമ്മളെ മെനഞ്ഞിരിക്കുന്നത് ഒരു വിജയത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവ് കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പല മേഖലയിൽ നമ്മൾ കടന്നുപോയ പാതയിൽ ചിലപ്പോൾ നമുക്ക് വന്ന അപകടങ്ങൾ, ആപത്തുകൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്നവർ നമ്മളെ ചതിച്ചത്, നമ്മൾ വലിയ സ്വപ്നത്തോടു കൂടിയായിരിക്കാം ബിസിനസ് തുടങ്ങിയത്, വലിയ സ്വപ്നത്തോടു കൂടിയായിരിക്കാം നമ്മുടെ കുടുംബജീവിതം തുടങ്ങിയത്. പക്ഷേ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരു പക്ഷേ തകർന്ന അനുഭവത്തിലായിരിക്കാം ഇപ്പോൾ താങ്കൾ ആയിരിക്കുന്നത്. പക്ഷേ താങ്കൾക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങി വന്ന് താങ്കളെ വിടുവിക്കുവാൻ, താങ്കളെ കരം പിടിച്ച് ഉയർത്തുവാൻ യേശു ഉണ്ട്. നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയുകയില്ല. ഈ ഓട എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ഓടക്കുഴലില്ലേ, നല്ല നാദം കേൾക്കുന്ന, നല്ല സംഗീതം പുറപ്പെടുവിക്കുന്ന ഓടക്കുഴൽ. പ്രിയമുള്ള സഹോദര സഹോദരി, യേശു താങ്കളെ മെനഞ്ഞപ്പോൾ താങ്കളിൽ ഇങ്ങനെ നല്ലൊരു സംഗീതം മുഴങ്ങുന്ന ഒരു ഓടക്കുഴൽ പോലെ താങ്കളെ പ്രയോജനമുള്ളൊരു ജീവിതമായിരിക്കാൻ വേണ്ടിയാണ് യേശു താങ്കളെ സൃഷ്ടിച്ചത്. പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രകാശിക്കാൻ വേണ്ടിയാ യേശു താങ്കളെ വിളിച്ച് വേർതിരിച്ചത്. അതിനുവേണ്ടി യേശു താങ്കളെ സൃഷ്ടിച്ചത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ നമ്മുടെ ഓടക്കുഴൽ ഒടിഞ്ഞ് ചതഞ്ഞു പോയ അനുഭവത്തിലായിരിക്കാം. നല്ല സംഗീതം കേൾക്കേണ്ടതായിരുന്നു, നല്ല മനോഹരമായ സംഗീതം വരേണ്ടതായിരുന്നു, അനേകരെ സന്തോഷിപ്പിക്കേണ്ടതായിരുന്നു, അനേകർക്ക് ഉല്ലാസം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഏതോ മേഖലയിൽ അത് ചതഞ്ഞതുപോലെ ആയിരിക്കുന്നുവെങ്കിൽ ഇപ്പം അതിൽ നിന്ന് വരുന്നത് നല്ല സംഗീതമല്ല, അതിൽ നിന്ന് വെറും കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതിൽ നിന്ന് വരേണ്ടതൊന്നും വരുന്നില്ല. അതുപോലെ ഒരു ജീവിതമായിരിക്കാം താങ്കൾ, അല്ലെങ്കിൽ നല്ലപോലെ പ്രകാശിക്കാൻ വേണ്ടിയാ യേശു താങ്കളെ വിളിച്ചത്, അതിനുവേണ്ടി യേശു താങ്കളെ സൃഷ്ടിച്ചത്. പക്ഷേ ഇപ്പോൾ താങ്കളുടെ അനുഭവം പുകയുന്ന ഒരു തിരി പോലെ ആയിരിക്കാം. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നോ, താങ്കളെ പ്രിയപ്പെട്ടൊരു അടുക്കിലേക്ക് ചെന്നോ, താങ്കളുടെ സാഹചര്യങ്ങൾ പറഞ്ഞാൽ, താങ്കളുടെ അവസ്ഥകൾ പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അവർ പറയും, നീ അതങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അന്നേ നിന്നോട് ഇങ്ങനെ പറഞ്ഞതല്ലേ അത് ചെയ്യലെന്ന്. പക്ഷെ അവർ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ വീണ്ടും കുറ്റപ്പെടുത്തുക. ഒന്നാമത് നമ്മൾ ചതഞ്ഞിരിക്കുക, ഒന്നാമത് നമ്മൾ പുകയുന്ന അവസ്ഥ. അതോടെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉടഞ്ഞ് ഒന്നുകൂടെ തകർന്നിരിക്കുമ്പോൾ ഇന്ന് പകൽ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാട്ടെ. ഇവിടെ തിരുവചനത്തിൽ പറയുന്നു, യേശു അവൻ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല. മനുഷ്യന് എപ്പോഴുമുള്ളൊരു സ്വഭാവം, ചതഞ്ഞതാണോ അവൻ അത് ഒടിച്ചു കളയും, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണോ അവൻ കത്താനല്ല ആഗ്രഹിക്കുന്നത്, പുകയുന്നതിനെ ഒന്നും കൂടെ അത് കെടുത്തി കളയുമ്പോൾ മനുഷ്യൻ അത് ചെയ്യുമ്പോൾ ഇന്ന് പകൽ താങ്കളെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, താങ്കളുടെ നല്ല ഭാവി കാണുവാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ നല്ല ഭാവി കാണുവാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ഓടിച്ചെന്നാൽ അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നവനല്ല, മറിച്ച് അവൻ ചതഞ്ഞോടെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ. ഇന്ന് പകൽ താങ്കൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ, താങ്കൾ എന്തിനു വേണ്ടി മെനയപ്പെട്ടിരിക്കുന്നുവോ അത് താങ്കളിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ, വീണ്ടും അതിനെ തിരിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന യേശുവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ കരങ്ങൾ ദൈവസന്നിധി ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറ, കർത്താവേ, ഇന്ന് പകൽ ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതം ഉടഞ്ഞ ജീവിതമാണ്, എൻ്റെ കുടുംബം തകർന്ന കുടുംബമാണ്, എൻ്റെ ബിസിനസ് തകർന്നതാ, എൻ്റെ ജീവിതത്തിന് എല്ലാ വഴികളിലും പാളിച്ചകൾ പറ്റി. കർത്താവേ, പ്രിയമുള്ളവരെ, താങ്കളെ ഉയർത്തിക്കൊണ്ടിരുവാൻ, താങ്കളെ വീണ്ടും കരങ്ങളിൽ എടുത്തുപയോഗിക്കുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ ആരോടി വരും? ഹല്ലേലൂയ. ചതഞ്ഞ ഓടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, താങ്കൾ ഒടിച്ചു കളയുകയല്ല താങ്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഗീതം, വീണ്ടും താങ്കളെ പണിതെടുക്കുവാൻ, താങ്കൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നോ അത് താങ്കളിലൂടെ വെളിപ്പെടുത്തുവാൻ, താങ്കൾ എന്തിനു വേണ്ടി മെനയപ്പെട്ടിരിക്കുന്നുവോ അത് താങ്കളോട് വീണ്ടും പുറത്തു കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ ആരോടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരും? യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. അല്ല, താങ്കളുടെ മേൽ പുതിയത് ചെയ്യുവാൻ യേശു ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. താങ്കളെ വീണ്ടും ആ സംഗീതം പുറത്തു കൊണ്ടുവരുവാൻ, ആ മധുര ഗാനങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ മാർവോട് ചേർത്ത് പിടിച്ച് അതൊരു പ്രാർത്ഥനയായി, ഒരു ആരാധനയായി, നമ്മുടെ സമർപ്പണമായി യേശുവിന് മുമ്പിൽ ഒന്നിച്ചു ചേർന്ന് തകർന്ന കുടുംബത്തെ പണിയാൻ കഴിയുന്ന യേശുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉടഞ്ഞ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന യേശുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
നമ്മളെ സ്നേഹിക്കുന്ന ആര് തള്ളിയാലും തള്ളിക്കളയാത്ത യേശുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ ആ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ഈ അവസ്ഥകൾ മാറുമെന്ന് ഇന്ന് എത്ര പേർക്ക് വചനത്തിൽ നിന്നും മനസ്സിലായി? അവർ കരങ്ങൾ മാർവോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ യേശുവിനോട് പറയുന്നത്, യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണം, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് വരണം, എൻ്റെ ബിസിനസ് മേഖലയിലേക്ക് അങ്ങ് കടന്നു വരണം, എൻ്റെ പഠന മേഖലയിലേക്ക് അങ്ങ് കടന്നു വരണം, എൻ്റെ ജോലി മേഖലയിലേക്ക് അങ്ങ് കടന്നു വരണം, എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിന് എല്ലാ മേഖലയിലേക്കും യേശുവേ അങ്ങ് കടന്നു വരണം. ആ കരങ്ങൾ മാർവോട് ചേർത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ദൈവം, പുകയുന്ന തിരികെടുത്തി കളയാത്തവൻ, ഇന്ന് പകൽ താങ്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നവൻ, താങ്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ ആ കരങ്ങൾ മാർവോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ രോഗിയായിരിക്കാം താങ്കൾ അങ്ങനെ ആയിരിക്കാനല്ല യേശു ആഗ്രഹിക്കുന്നത്. താങ്കളുടെ കുടുംബം ചിതറിയായിരിക്കാതിരിക്കുന്നത്, താങ്കൾ ഒരിടത്ത്, ഭാര്യ ഒരിടത്ത്, അല്ലെങ്കിൽ താങ്കൾ ഒരിടത്ത്, ഭർത്താവ് മറ്റൊരിടത്ത്, മക്കൾ മറ്റ് സ്ഥലങ്ങളിൽ, താങ്കളെ പ്രിയപ്പെട്ടവർ ആരും നിങ്ങൾ അടുക്കൽ വരുന്നില്ല, അവരുടെ അടുക്കലേക്ക് താങ്കളെ വിളിക്കുന്നുമില്ലായിരിക്കാം. എന്നാൽ നമ്മളെ പണിയുവാൻ കഴിയുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 42-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അങ്ങ് പറയുന്ന അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ദൈവമേ, പുകയുന്ന തിരി കെടുത്തി കളയാത്ത ദൈവമേ, അങ്ങയുടെ അത്ഭുതം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ ഔദ്യോഗിക മേഖലയിലും, അവരുടെ കർത്തവ്യ എല്ലാ മേഖലയിലും അങ്ങയുടെ അത്ഭുതം സംഭവിക്കുമാറാകട്ടെ. അവരുടെ ആരോഗ്യത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങയുടെ അത്ഭുതം സംഭവിക്കട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ കർത്താവേ അങ്ങയുടെ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. അവർ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ അവരുടെ തകർച്ച മാറട്ടെ, അവരുടെ ഉടഞ്ഞ അനുഭവം മാറട്ടെ, അവരുടെ കർത്താവെ തകർന്നു വീണ അനുഭവങ്ങൾ മാറട്ടെ. കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങൾ ചേർന്ന് ദൈവത്തിന് ഉയർത്തി ഞങ്ങളൊപ്പം ചേർന്ന് പ്രഭാതത്തിൽ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഡ്വാണ്ടർ എന്ന് അറിയിക്കുന്ന മകൻ ജോയലിന് തലയിൽ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, പക്ഷെ പനിയാൽ ഭാരപ്പെടുന്നു. കൂടാതെ കണ്ണിന്റെ പ്രോബ്ലം ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരിങ്ങാലിക്കുടി നിന്ന് ഫിലോമിന വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ മകൻ സംസാരിക്കത്തില്ല, നടക്കത്തില്ല, ഇരിക്കത്തില്ല, രാത്രിയിൽ ഉറക്കവുമില്ല, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വിനു വിളിച്ചിരിക്കുന്നത് 11 വയസ്സുള്ള കുഞ്ഞിന് യൂറിൻ പോകുന്നില്ല, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ബിജി റാണി എന്ന് അറിയിച്ചിരിക്കുന്നു, 29 വർഷമായി ശ്വാസമുട്ടലായിട്ട് ഭാരപ്പെടുന്നു. 2.5 വയസ്സായ കുഞ്ഞിന് ശ്വാസമുട്ടലുണ്ട്, ഭർത്താവ് വിദേശത്താണ്, ഫാമിലി വിസ കിട്ടണം, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് നിന്ന് എൽസി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, സഹോദരൻ ബാബു ശ്വാസമുട്ടലായിട്ട് വളരെ പ്രയാസത്തിലാണ്, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കവിയിൽ നിന്ന് കുഞ്ഞുഞ്ഞമ്മ വിളിച്ചിരിക്കുന്നു, മരുമകളുടെ അച്ഛന് കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ വേണം, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുഞ്ഞുമോൾ മാന്നാർന്ന് അറിയിച്ചിരിക്കുന്നു, യൂറിൻ ബ്ലാഡർ പ്രോബ്ലം ഓപ്പറേഷൻ വേണമെന്ന് അറിയിച്ചിരിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അറിയിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ ഷാജു വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, 13 വയസ്സുള്ള മകളുടെ മുടി മുഴുവൻ നരയ്ക്കുകയാണ്, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്നും ഒരു സഹോദരി വിളിച്ചിരിക്കുന്നത്, മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം, പക്ഷേ ഇപ്പോൾ കുടുംബജീവിതത്തിൽ വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്നു, പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുത്ത് പ്രാർത്ഥിക്കാൻ. കൂടാതെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഓരോ വിഷയത്തും അതാതു മേഖലകളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ഞങ്ങൾ ഈ ഓൾട്ടറിലിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1 ലക്ഷത്തിനോട് അടുക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ നീ വെളിപ്പെടുത്തി ഇന്നും നീ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.
വിഷയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അനേകർ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് വിളിച്ചറിയിക്കുന്നു. ഇത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡെയ്സി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അമ്മ മറിയാമ്മ ഹോസ്പിറ്റലിൽ ICUവിലായിരിക്കുന്നു. ഹാർട്ട് പ്രോബ്ലം മുഖാന്തരം പ്രത്യേകമായിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ മകള് നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. ബ്രദറെ, പന്തളത്തു നിന്നും റോസമ്മ വിളിച്ചിരിക്കുന്നത് 18 വർഷമായി തൈറോയിഡ്, തൊണ്ടയ്ക്കൊരു മുഴയുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം, അപ്പോൾ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. 18 വർഷമായിട്ടുള്ള 18 വർഷമായി. തീർച്ചയായിട്ടും യേശു അത്ഭുതകരമായി സൗഖ്യമാക്കും. എൻ്റെ അമ്പൂരിയിൽ നിന്ന് രാജൻ വിളിച്ചു തന്നെ 16 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി അന്ന് കിഡ്നി നഷ്ടപ്പെട്ടു. അതിഭയങ്കരമായ പ്രയാസത്തിലൂടെ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ട്. അതുപോലെ തന്നെ നട്ടലിന് അതിഭയങ്കരമായ വേദനയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ലീന വിളിച്ചിരിക്കുന്നത്. ലീനയുടെ ഒരു കസിൻ പത്മ ക്യാൻസർ മൂലം വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചു. പുനലൂരിൽ നിന്ന് ഏലിയാമ്മ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മരുമകള് പ്രഗ്നന്റ് ആണ്, തൈറോയിഡ് ഉണ്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. അപ്പോൾ തന്നെ കാട്ടാക്കടയിൽ നിന്ന് ആനി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അച്ഛന് പനിയാൽ വളരെ ഭാരപ്പെടുന്നു, തലച്ചോറിന് പ്രോബ്ലം ഉണ്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ബ്രദറെ, എറണാകുളത്തുനിന്നും മറിയാമ്മ എന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്ന മകൻ ജോർജ് 31 വയസ്സ് മാനസികമായ ചില പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ മരുന്നും കഴിക്കുന്നില്ല. ആ കുടുംബം വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. 4 വർഷത്തിലധികമായി ഈ ഒരു അസുഖം തുടങ്ങിയിട്ട്. പ്രത്യേകം നമ്മൾ വിളിച്ച് പ്രാർത്ഥന. അത് മറിയാം എറണാകുളത്ത് നിന്നാണ് വിളിച്ചത്. മകൻ ജോർജ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന, മാനസിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ ഒരു മരുന്ന് കഴിക്കുന്നത്. അത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വായിച്ചിരിക്കുമ്പോൾ തന്നെ നെയ്യാറ്റിങ്കര എന്ന് ബീനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡിന് വെറ്റില മുറുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീനയ്ക്ക് ശാരീരികമായി വളരെയധികം പ്രയാസമുണ്ടെന്നു പ്രിയങ്കയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അറിയിച്ചു. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായി വിടുതൽ നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും യേശുവിന് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. നമ്മുടെ അനേകം പ്രിയപ്പെട്ട ഹോസ്പിറ്റലിൽ പലവിധമായ രോഗത്താൽ അഡ്മിറ്റ് ആയിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ICUവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വന്നത് ഓക്സിജൻ കൊടുത്ത് ഒരു കുഞ്ഞിന് ഓക്സിജൻ കൊടുത്ത് കടന്നിരിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് തീവ്രത ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലായിരിക്കും, ഒരുപക്ഷെ ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും, താങ്കൾ രോഗികളായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ യേശു അത്ഭുതകരമായി താങ്കളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അത്ഭുതകരമായ സൗഖ്യം നമ്മുടെ പ്രിയപ്പെട്ട മേലുണ്ട്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ദൈവപ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. രോഗികളായിരിക്കുന്ന എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ICUവിൽ വെന്റിലേറ്റർ ആയിരിക്കുന്നവർ മേൽ യേശുവിന്റെ അത്ഭുതകരമായ സൗഖ്യം ഈ പ്രഭാതത്തിൽ തന്നെ ഉണ്ടാകട്ടെ. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രദർ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ആ രോഗങ്ങൾ അവരെ വിട്ടുമാറട്ടെ, ആ കെടുതികൾ അവരെ വിട്ടുമാറട്ടെ, ആ സാമ്പത്തികമായ തകർച്ചകൾ അവരെ വിട്ടുമാറട്ടെ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ വായിച്ച ഈ കുടുംബങ്ങൾക്കായി, ഈ ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഓപ്പറേഷൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ദൈവിക സൗഖ്യം ഇപ്പോൾ അവിടെ വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, അവിടുന്ന് സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിളിച്ചിരിക്കുന്നു. കരളിന് പ്രോബ്ലം, മഞ്ഞപ്പിത്തം, ഭർത്താവിനെ ജോലി ലഭിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനുവിനെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ രോഗമെല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ. ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്കായ ഒരു പുതുവാതിൽ അവിടെ തുറക്കണം. കർത്താവ് പ്രാർത്ഥന കൊണ്ട് മറുപടി കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലീലാമ്മ അടൂരിന്ന് അറിയിക്കുന്നു, മകൾ വിദ്യ ജോലി കിട്ടണം, വിവാഹം നടക്കണം. മകൾ നീതുവിന് പ്രസവത്തിന് ശേഷം നടുവിന് വേദന, കുഞ്ഞിന് കണ്ണിൽ പഴുപ്പ്. സ്വർഗ്ഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഓരോ വിഷയത്തിനും മേൽ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടൂർന്ന് പൊന്നമ്മ വിളിച്ചിരിക്കുന്നു. സഹോദരൻ തളർന്നു കിടക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ കർത്താവ് കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വത്സല അമ്പൂരിന്ന് അറിയിക്കുന്നു, യൂട്രസിൽ 4 മുഴ, പ്രാർത്ഥനയിൽ പൂർണ്ണ സൗഖ്യം വേണം. തൈറോയ്ഡ്, ഷുഗർ, BP, ഭർത്താവിന് രോഗം,
കടഭാരമുണ്ട്, പ്രാർത്ഥിക്കണം. സ്വർഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ വത്സല കുടുംബത്തെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ പറയപ്പെട്ട ഓരോ വിഷയത്തിനും മേലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണേ, പൂർണ്ണ വിടുതൽ കൊടുത്തോട്ടെ. ഇപ്പോൾ തന്നെ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം കർത്താവെ, രോഗികൾ കർത്താവെ, ആ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിന്നീട് കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, വയറ്റിൽ മുഴ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വയറ്റിലെ മുഴ പൂർണ്ണമായിട്ടും മാറട്ടെ. എന്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സൂസൻ ആർമുളയിൽ നിറയുന്നു, സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡന്റിനെ കാണാതെ ആയിട്ടുണ്ട്, കണ്ടു കിട്ടുവാൻ പ്രാർത്ഥിക്കണം. സ്വർഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ കാണാപോയ കുട്ടിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് എവിടെയായിരുന്നാലും ദൈവമേ നീ വെളിപ്പെടുത്തുന്ന കർത്താവെ, എത്രയും പെട്ടെന്ന് മടങ്ങി വരുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 തൊട്ട് 7 വരെ നടക്കുന്ന തത്സമയ ശുശ്രൂഷയിലാണ് തങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തങ്ങൾ ഭാരത്തോടാണ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിൽ വേഗത്തിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആ നമ്പർ ലാൻഡ് നമ്പർ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, 0481256556 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യുവാൻ അവിടെ സഹോദരന്മാർ കാത്തിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നും ലിസി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞത് 11 വർഷമായി മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം വളരെ ഭാരത്തോടെയാണ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ആമീൻ. ആ പ്രിയ സഹോദരി വിളിച്ചു പറഞ്ഞത് ദൈവം അത്ഭുതകരമായി സഹായിച്ചു, ആ വിഷയത്തിൽ നിന്ന് വിടുവിച്ചു. മാത്രമല്ല BP, കൊളസ്ട്രോള് തുടങ്ങി ഒരുപാട് രോഗപ്രയാസത്തിലൂടെ ഒക്കെ കടന്നുപോയി. എല്ലാത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ അനേക പ്രാർത്ഥനാ വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുമോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വയറ്റിൽ അസ്വസ്ഥതയാൽ പ്രയാസപ്പെടുന്നു, പരിപൂർണമായ സൗഖ്യം ഇന്ന് പകൽ ചോദിച്ചിരിക്കുന്നു. പുതുപ്പള്ളിയിൽ നിന്നും ജോയി വിളിച്ചിരിക്കുന്നത് വൈഫിന്റെ കണ്ണിന് പ്രഷർ, പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ കോട്ടയത്ത് നിന്നും അനു വിളിച്ചിരിക്കുന്ന മകൻ കണ്ണന് നടക്കുവാൻ കഴിയുന്നില്ല, വളരെ പ്രയാസത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ CAക്ക് ആ കുഞ്ഞ് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പാട്ട് ലഭിച്ചു, ഒരു പേപ്പർ കൂടെ ലഭിക്കുവാനുണ്ട്. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു. ആ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ആ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിക്ക് വിവേകം കുറവാണെങ്കിൽ അവൻ സകലതും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ട്. സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരുടെ രോഗങ്ങൾ മാറട്ടെ, അവരുടെ കെടുതികൾ മാറട്ടെ, എല്ലാവിധ പ്രയാസങ്ങളും ഇപ്പോൾ അവരെ വിട്ടുമാറട്ടെ കർത്താവേ. വിശേഷ എക്സാം എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, നിന്റെ ജ്ഞാനത്താൽ അവരെ നിറച്ചാട്ട്, നിന്റെ കൃപ അവരുടെ മേൽ പകർന്നാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, വന്നുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. സകലതും നന്മയ്ക്കായി ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. അറിയിച്ചിരിക്കുന്നു മകൾക്ക് വീട് പണിക്ക് ലോൺ സാങ്ഷൻ ആവും, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട് പണിക്ക് ആവശ്യമായ ലോൺ എത്രയും പെട്ടെന്ന് കർത്താവേ അത് ശരിയായി കിട്ടുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുവഴികൾ തുറക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ജിബിൻ മാർത്താടത്ത് വിളിച്ചിരിക്കുന്നു, എഞ്ചിനീയറിംഗിന്റെ എക്സാം ആണ്, പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള കഴിവും ശക്തിയും ആരോഗ്യം അനുഗ്രഹിക്കണം. ഒരു നല്ല വിജയം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ജോയ് വള്ളംകൊള്ളുന്ന അറിയിച്ചിരിക്കുന്ന വൈഫിന് ശാരീരിക സൗഖ്യം വേണം, ഭവനത്തിന്റെ പണി തീരണം. സ്വർഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൈഫിന്റെ ശാരീരിക ആ സൗഖ്യം എത്രയും പെട്ടെന്ന് കർത്താവെ ഉണ്ടാവട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ ലഭിക്കട്ടെ. ഭവനത്തിന്റെ കർത്താവെ പണി തീരുവാൻ വേണ്ടുന്ന വഴികളെല്ലാം തുറന്നു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ശ്രീജ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, ഒരു പവന്റെ മാല കളഞ്ഞുപോയി. ശ്രീജയുടെ മകൻ നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, കുടുംബ സമാധാനം വേണം, സാമ്പത്തികമായ മാരങ്ങൾ മാറണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സഹോദര കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കാണാപോയ മാല ലഭിക്കട്ടെ. അതുപോലെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സജ്ജിത കാട്ടക്കടയെന്ന് അറിയിക്കുന്നു, മകളുടെ ചെവിക്ക് വേദനയും മുഴയുമുണ്ട്.
സ്വർഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സജ്ജത അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ആ ചെവിയുടെ വേദനയും ആ മുഴയെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ ലഭിക്കട്ടെ. പൂർണ്ണമായി കർത്താവേ, രോഗം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. റാന്നിയിൽ നിന്ന് മോഹനൻ വിളിച്ചിരിക്കുന്നു. മകന്റെ ബികോം എക്സാമാണ്, പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പഠിക്കുവാനുള്ള എല്ലാ കഴിവും കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവെ, എക്സാം എഴുതുമ്പോൾ കർത്താവെ നല്ല പണം എഴുതാനും നല്ല വിജയം ഉണ്ടാകാനും കർത്താവ് സഹായിക്കണം. എന്റെ കർത്താവ് സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ വിളിച്ചു പറയുന്നത് സ്ക്രീനിൽ വായിച്ച് കേൾക്കുന്നില്ല എങ്കിലും താങ്കളുടെ പ്രാർത്ഥനകളിലൂടെ എത്തിയില്ല എന്ന് വിചാരിക്കരുത്. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന അന്നേരം തന്നെ ഈ ടേബിളിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങളാണ്. ബിനു മണർക്കാട് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഭാര്യ ജെറിന് ആക്സിഡന്റ് പറ്റി നല്ല വേദന, അതോടൊപ്പം തന്നെ തോളലിന് പൊട്ടലുണ്ടെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സുധ കോഴിക്കോട് നിന്ന് വിളിച്ചറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജിഷ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഷീജയ്ക്ക് ഇന്ന് എക്സാം ഉണ്ട്. സുധ എന്ന് പറയുന്നത് ഇവരെ പഠിപ്പിച്ച ടീച്ചറാണ്. പഠിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തിരുവല്ല എന്നും അറിയാമോ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക വഴികൾ തുറക്കണം, പുരയുടെ പണികൾ തീർക്കണം, അതിനുവേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന രീതി. പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ച് അറിയിച്ചിരിക്കുന്നത് സിയുടെ എക്സാം തുടങ്ങുന്നു, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പെരുമ്പാവൂരിൽ നിന്ന് വിക്ടോറിയ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വിവാഹം നടക്കണം, ഇളയ മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം, വീട് വിറ്റ് പുതിയൊരു ഭവനം അവർ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കണം. ഏറ്റുമാനൂരിൽ നിന്ന് അശ്വതി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട പ്രാർത്ഥിക്കണം, മകൻ്റെ പഠനം പുറകോട്ടാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഹസ്ബൻഡിന് ദൈവകൃപ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അടൂരിൽ നിന്ന് ഗ്രേസി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, മൂത്തമാൻ വീട് സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്നു. പാപ്പനം കൊടുന്നു മാലിന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ശരീരവേദനയാൽ മുട്ടുവേദനയാൽ അസ്ഥി തേയ്മാനത്താൽ ഭാരപ്പെടുന്നു, ഹസ്ബൻഡിന് ചുമയും കഫക്കെട്ടുമുണ്ട്, മകൾ അശ്വതിക്ക് അതിഭയങ്കരമായ നടുവേദനയാൽ ഭാരപ്പെടുന്നു. കൊട്ടാരക്കരയെന്ന് കാഞ്ചന വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൾക്ക് എക്സാം ഉണ്ട്, പിതാവിൻ്റെ മദ്യപാനം മാറണം. കോട്ടയത്ത് നിന്ന് ലീലാമ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് സോഡിയം കുറവ്, BP ഉണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, പ്രത്യേകമായി പ്രാർത്ഥന ചോദിക്കുന്നത്. നെയ്യാറ്റിങ്കര 5 വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് കഠിനമായ പനി, വൊമിറ്റിംഗ് ഉണ്ട്, അതുപോലെ നിർത്താതെ കരച്ചിൽ എന്ന് അറിയിച്ചിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് അച്ചാമ്മ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൻ്റെ കടഭാരം മാറണം, അധികം പലിശ കൂടാതെ ലോൺ ലഭിക്കേണ്ടതിന് വേണ്ടി അവർ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കൊച്ചുമാൻ്റെ +2 പാസ്സാകണം, നല്ല ഉപരിപഠനം ഉണ്ടാകണം. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി രാവും പകലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ യേശു സഹോദരി സഹോദരന്മാരെ നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് തന്നിരിക്കുമ്പോൾ താങ്കൾ വിഷയത്തിന് താങ്കൾ എന്തിന് ഭാരപ്പെട്ടിരിക്കും ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത് ഈ നടക്കുന്ന ശുശ്രൂഷ രാവും പകലും നടക്കുന്ന ഒരു ശുശ്രൂഷ തീരേണ്ടതിനായി പ്രിയങ്കേല സ്വന്തമായ സ്ഥലത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചൊരുങ്ങുമ്പോൾ അതിന് ഇപ്പോൾ തന്നെ കരങ്ങൾ കോർത്തിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുമ്പോൾ തന്നെ താങ്കളുടെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന വലിയൊരു അവസരമാണ് ടീം 300 എന്നുള്ളത്. വേഗത്തിൽ അതിലേക്ക് നമുക്ക് പങ്കാളികളാകാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്കതിന് കാണുവാൻ കഴിയും. ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുവാൻ, അതായത് ഓരോ ജീവിതങ്ങൾക്കും ഓരോ ദിവസം അത് അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് കരം കോർക്കാം. നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. താങ്കളെ കഴിയുന്നത് അത് എന്താണ്? പ്രാർത്ഥനയിലായിരിക്കാം, സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ല ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുക, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് രീതിയിലാണോ താങ്കൾക്ക് ഞങ്ങളോടൊപ്പം പങ്കാളിയാകുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷമുള്ള സമയം വിളിക്കണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ താങ്കളുടെ സ്ക്രീനിൽ ഇത് കാണാമല്ലോ. ആ കരങ്ങൾ ഇതിനോട് നേരെ നിവൃത്തിയാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു പ്രവൃത്തി അപ്പോൾ തന്നെ എൻ്റെ ഇടത് സൈഡിൽ കാണുന്നത് ഇതിനോടകത്ത് വന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ്. 1,00,000 മേലിൽ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് വലിയ പ്രവൃത്തി അതിന്മേലും വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കരങ്ങൾ ദൈവസന്നിധിയിൽ നിവൃത്തിയാട്ടെ. സ്വർഗീയ പിതാവേ,
ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്ന ജീവിതങ്ങളുണ്ട്, തകർന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. അപ്പ ഞങ്ങൾ ഇന്ന് തിരുവചനത്തിൽ കേട്ടതുപോലെ ചതഞ്ഞ ഓടയുടെ അനുഭവമുണ്ട്, പുകയുന്ന തിരി പോലത്തെ അനുഭവങ്ങളുണ്ട്. യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. ഇവരുടെ സകല വിഷയങ്ങളും മേലും അങ്ങയുടെ മറുപടി ഉണ്ടാകണമേ യേശുവേ. അങ്ങ് ഇവരെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം, ഇവരെ കരുതുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തികൾ വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രം അറിയിക്കുന്നു. BEd വരെ പഠിച്ചു, 35 വയസ്സ് ഉണ്ട്, ജോലി ലഭിച്ചിട്ടില്ല. 22-ന് ഒരു ടെസ്റ്റിന് പോകുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുള്ള സ്വർഗ്ഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കുവാൻ ദൈവത്തിന്റെ കർത്താവ് വഴികളെല്ലാം തുറക്കണം. ആ ടെസ്റ്റ് 22-ാം തീയതി നടക്കുകയാണല്ലോ കർത്താവ്, പാസ്സാകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂർമാരായണി വിളിച്ചിരിക്കുന്ന മരുമകനെ ജോലി സ്ഥലത്ത് ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്വർഗ്ഗപിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലിയിലെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമൽ ഹരിപ്പാടെന്ന് അറിയിച്ചിരിക്കുന്നു. മകൾക്ക് ദുബായിലേക്കുള്ള പേപ്പേഴ്സ് റെഡിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗ്ഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഹോദരൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ദുബായിലേക്ക് പോകേണ്ട പേപ്പേഴ്സ് എല്ലാം എത്രയും പെട്ടെന്ന് കർത്താവേ അത് ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മാതിരി വിളിച്ചിരിക്കുന്നു. ബീഡിന്റെ എക്സാം നടക്കുന്നു, പനിയുടെ ചില പ്രയാസങ്ങളോടെ കടന്നു പോകുന്നു. അനിയന് കോമ്പറ്റീഷൻ നടക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ മേഖലകളിലെല്ലാം നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വത്സമ്മ തിരുവല്ല എന്ന് അറിയിച്ചിരിക്കുന്നു. മകൾക്ക് കുവൈറ്റിൽ വിസ ലഭിച്ചു. മാനസികമായിട്ട് ഒത്തിരി പ്രയാസത്തിൽ കൂടെ പോകുന്നു. പൂർണ്ണ സൗഖ്യം ലഭിക്കണം. സ്വർഗ്ഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ആ മാനസിക വിഷമങ്ങളും ആ ശാരീരിക അസ്വസ്ഥതകളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറി പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്നും ജേക്കബ് വിളിച്ചിരിക്കുന്നു. ലീല ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്നു. നെൽസൺ ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് 2 വ്യക്തികളെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ മേലിൽ അനുഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലഭ്യമാകുമ്പോൾ തന്നെ prayingkerala.com, prayingindia.com, prayingkerala.org എന്ന സൈറ്റിലൂടെ എല്ലാം താങ്കൾക്ക് ഇത് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് അവർ ടൈം TV എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ, ഓർ പ്രേയിങ് കേരള സെർച്ച് ചെയ്താൽ യൂട്യൂബിലും താങ്കൾക്ക് ഈ ആരാധന തത്സമയം തന്നെ ഇത് ലഭ്യമാകുന്നതാണ്. ഫേസ്ബുക്കുള്ളവർ പ്രേയിങ് കേരള എന്ന പേജ് ലൈക്ക് ചെയ്യുകയോ അത് റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ആരാധന താങ്കളുടെ പേജിൽ തന്നെ അത് തത്സമയം ലഭ്യമായി തീരും. നമുക്കൊന്നിച്ച് ചേർന്ന് കരം കോർക്കാം. അനേകർ ജീവിതത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സൗഖ്യം, യേശുവിൻ്റെ വിടുതൽ അവരെ എത്തിക്കുവാൻ യേശു നമ്മളെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്തിനും മാറി നിൽക്കാം. നമുക്കൊന്നിച്ച് അധ്വാനിക്കാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. തങ്കജയ ഇന്ന് അനേകർ ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി നമ്മൾ വിളിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഉള്ള ഓരോരുത്തർക്കും ഞങ്ങൾ പുതിയ വർഷത്തിൽ സകലവിധ നന്മകളും ഞങ്ങൾ ആശംസിക്കുന്നു. ഓരോ കുടുംബാംഗങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നേരത്തെ ഞങ്ങളുടെ ബർത്ത്ഡേസ് ഞങ്ങൾ ആഘോഷിക്കുന്നത് പോലില്ല, ഞങ്ങൾ അറിയത്ത് പോലെയാണ്, ചിലപ്പോൾ അത് ഓർക്കത്ത് പോലില്ല. കാര്യം ജീവിതത്തിൽ അതുപോലെ ഭാരങ്ങൾ പ്രയാസത്തോടെ പോകാം. പക്ഷേ യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, സന്തോഷവും സമാധാനം വന്നപ്പോൾ അവർ ഓരോ ദിവസം യേശുവിനോട് കൂടെ അത് അനുഭവിക്കുക ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് പ്രാധാന്യമുള്ളതായി കുടുംബാംഗങ്ങൾ
കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ ഒന്നിച്ചിരിക്കുന്നു, കേക്ക് മുറിക്കുന്നു. അത് മറ്റൊന്നുമല്ല, യേശു കൊടുക്കുന്ന സന്തോഷം. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. തങ്കച്ചാൻ്റെ ഉള്ളത് അത് വായിച്ചാട്ടെ. ബ്രദറെ, ഇതുപോലെ ലീല കൊല്ലത്തി എന്ന് പറഞ്ഞിരിക്കുന്നു, കൊച്ചുമകളുടെ 9ാമത് ബർത്ത്ഡേ ആണ്, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ശാന്തമ്മ സണ്ണി അറിയിച്ചിരിക്കുന്ന 64ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ തന്നെ ശരീരം മുഴുവനും വേദനയുണ്ട്. മകൾ സ്കൂൾ ടീച്ചറാണ്, പ്രത്യേകമായി പ്രാർത്ഥനയും ചോദിച്ചിരിക്കുന്നു. ലീല വന്നിട്ട് ട്രിവാൻഡ്രത്ത് വിളിച്ചു പറയുന്നു, കൊച്ചുമകൾ അനുഗ്രഹയുടെ 9ാമത് ബർത്ത്ഡേ. അതുപോലെ തന്നെ ലീലയുടെ തൊണ്ടയ്ക്ക് വേദനയുണ്ട്, പ്രത്യേകം പ്രാർത്ഥന. നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഡേയ്സി വിളിച്ചറിയിക്കുന്നത് ഹസ്ബൻഡിന്റെ 59ാമത്തെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷുഗർ, BP, കൊളസ്ട്രോളുണ്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. അന്നമ്മ വന്നിട്ട് തിരുവല്ലായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മകൾ ബിന്ദുവിന്റെ 36ാമത്തെ ബർത്ത്ഡേ ആണ്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഡെന്നീസ് ജിതിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അപ്പം തന്നെ ഇത് കുന്നുംപുറത്തു നിന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി കുന്നുംപുറത്ത് സേവ്യറങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകൾ ഷിലോഹ, അവർ ഡൽഹിയിലാണ്. അമ്മയുടെ 2nd ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടി അവർ ആരാധന പങ്കെടുക്കുന്നു. ഞങ്ങൾ പ്രത്യേകമായി നന്ദി. തങ്കച്ചാൻ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് ചേർന്ന് തങ്കച്ചാൻ ഇത് കട്ട് ചെയ്താട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് പാൽക്കാലം ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറിയുള്ള ഓരോരുത്തരെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഓരോരുത്തരും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ അങ്ങ് നിറയ്ക്കണം. ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ തന്നെ തങ്കച്ചാൻ ഇന്ന് പകല് പഞ്ചാബിലേക്ക് കടന്നു പോവുകയാണ്. 10 ദിവസത്തേക്ക് നമ്മളോടൊപ്പം കാണുന്നില്ല. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ യാത്രയിലായിരിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് സാമ്പ്രദർ യൂസിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. അദ്ദേഹം യാത്രയിലാണ്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് പകൽ യാത്രയുള്ള ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ യാത്രയുള്ള ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തങ്കച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ യാത്രയിൽ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം കൂടിയിരുന്നാട്ടെ. ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ആഴ്ച 14-15 USA നമ്മുടെ ഹൂസ്റ്റൺ പട്ടണത്തിൽ പ്രേം കേരളയുടെ മീറ്റിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മൾ അറിയിക്കണം. prayingkerala@gmail.com താങ്കളെ റിക്വസ്റ്റ് എന്ന് അയച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ വിശദ വിവരങ്ങൾ താങ്കൾ ലഭിക്കുന്നതാണ്. നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ യാത്രയിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങനെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നാളെ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും കാണും വരെ കർത്താവിന്റെ ചിറകിൻ മറവിൽ കർത്താവ് നമ്മളെല്ലാം മറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആ കരങ്ങൾ ദൈവസന്നിധി ഉയർത്തി ഒന്നിച്ച് ചേർന്ന് യേശുവേ